പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് തീരുമാനിച്ചതായി സർക്കാർ. കുടുംബം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനത്തിൽ പൂർണ്ണ സംതൃപ്തരെന്ന് കുടുംബം പ്രതികരിച്ചു. CBI അന്വേഷണത്തിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ KSU യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷന്മാർ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. മകൻ മരിച്ചതല്ലെന്നും കൊന്നതാണെന്നും ചൂണ്ടിക്കാട്ടി CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടത്. കുടുംബത്തിന്റെ ആവശ്യം കേട്ട് ഉറപ്പു നൽകി മണിക്കൂറിനകം അന്വേഷണം CBIക്ക് നൽകാൻ തീരുമാനിച്ചു സർക്കാർ തീരുമാനത്തിൽ സംതൃപ്തരെന്ന കുടുംബത്തിന്റെ പ്രതികരണം. വീട്ടിലെത്തുന്നതിന് മുമ്പേ ഒരു ഓർഡർ കിട്ടി എന്നറിഞ്ഞ് വളരെ ഇപ്പോൾ ഒരു തൃപ്തി തോന്നുന്നു. ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു, CBI ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ CBI വേണമെന്ന് പറഞ്ഞത്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന പലരെയും കൊണ്ടുവരാനുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള ലിസ്റ്റിലല്ല, നമ്മൾ പറഞ്ഞിട്ടുള്ള പല പേരുകളുമുണ്ട്. അതിനിടെ CBI അന്വേഷണം വന്നതിന് പിന്നാലെ KSU യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതാക്കൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ആ പിതാവിന്റെ കൺസേൺ, ഞങ്ങളുടെ ആരോഗ്യത്തെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കൺസേൺ, അതിനെ ബഹുമാനിക്കുന്നു, അതിനോടുള്ള എല്ലാ സ്നേഹവും രേഖപ്പെടുത്തുന്നു. ഈ വിഷയത്തിന്റെ ഒരു ആ കോസ് കൊണ്ടാണ് നിരാഹാരം പോലൊരു എക്സ്ട്രീം സമരമാർഗത്തിലേക്ക്. കാരണം അപ്പോൾ ഞങ്ങൾ 3 പേരെ സംബന്ധിച്ചിടത്തോളമായാലും ഞങ്ങളൊക്കെ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ തട്ടിയ ഒരു സംഭവമാണ്. കേരളത്തെ മുഴുവൻ പ്രയാസത്തിലാക്കി, കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ കൊലപാതകത്തിന്റെ ദുരൂഹതകൾ അഴിച്ച് ഒരു CBI അന്വേഷണം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ നടത്തിയ പോരാട്ടം ഫലം കണ്ടു എന്നുള്ള അഭിമാന ബോധത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഈ സമരം അവസാനിപ്പിക്കാം. ആന്റി റാഗിംഗ് റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ കൂടി പുറത്തുവന്നതോടെ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും പ്രതി ചേർത്തുകൊണ്ടുള്ള അന്വേഷണം കൂടി ആവശ്യപ്പെടുകയാണ് കുടുംബം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.